അഫ്ഗാനിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് പാകിസ്ഥാന്റെ സൈനിക ആക്രമണം. കാബൂൾ, കാണ്ഡഹാർ, പക്തിക തുടങ്ങി 22 കേന്ദ്രങ്ങളിൽ ബോംബുകൾ വർഷിച്ചു. അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ ഓഫീസുകൾ തകർത്തു. 274 താലിബാൻ അംഗങ്ങളെയും തീവ്രവാദികളെയും വധിച്ചെന്നും 27 സൈനിക പോസ്റ്റുകളും ആയുധശാലയും തകർത്തെന്നും പാകിസ്ഥാന്റെ അവകാശവാദം. എന്നാൽ പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിലും അവരുടെ സൈനിക കേന്ദ്രങ്ങളിലും ഡ്രോൺ ആക്രമണം നടത്തിയെന്നും പാക് F-16 യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്നും താലിബാൻ പറഞ്ഞു. അബോട്ടാബാദ്, സ്വാബി, നൌഷേര എന്നിവിടങ്ങളിലേക്ക് എത്തിയ ചെറു ഡ്രോണുകളെ തകർത്തെന്നും ആളപായമില്ലെന്നും പാക് ഇൻഫർമേഷൻ മന്ത്രി അട്ടാ തരാർ പ്രതികരിച്ചു. അഫ്ഗാനിൽ നിരവധി സാധാരണക്കാരും കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിനിടെ ഈ മാസം 21-ന് പാക് വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 18 പേർ കൊല്ലപ്പെട്ടതാണ് യുദ്ധമായി മാറിയത്. 26-ന് രാത്രി പാക് അതിർത്തി പോസ്റ്റുകളെ അഫ്ഗാൻ ആക്രമിച്ചു. 55 പാക് സൈനികരെ വധിച്ചെന്നും 19 സൈനിക പോസ്റ്റുകളും 2 ബേസുകളും പിടിച്ചെടുത്തെന്നും അഫ്ഗാൻ അവകാശപ്പെട്ടു. നേരം പുലരും മുമ്പ് ഓപ്പറേഷൻ ഗസബ് ലിൽ ഹഖ് എന്ന പാകിസ്ഥാൻ പ്രത്യാക്രമണം തുടങ്ങുകയായിരുന്നു. തോർഖാം ബോർഡർ ക്രോസിംഗിലടക്കം ശക്തമായ വെടിവെപ്പും ഷെല്ലിങ്ങും ഉണ്ടായി. തോർഖാമിന് സമീപം പാക് ഷെല്ലാക്രമണത്തിൽ അഭയാർത്ഥി ക്യാമ്പ് തകർന്ന് നിരവധി പേർക്ക് പരിക്കേറ്റു. അടിയന്തര വെടിനിർത്തലിന് സൗദി അറേബ്യയും തുർക്കിയും ഖത്തറും ശ്രമം തുടങ്ങി. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് താലിബാൻ അറിയിച്ചു. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് ചൈന, റഷ്യ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ഒക്ടോബർ 9-ന് കാബൂളിൽ പാകിസ്ഥാൻ ബോംബിട്ടതോടെ സംഘർഷങ്ങൾക്ക് തുടക്കമായി. നിരവധി ഭീകരാക്രമണങ്ങൾക്ക് ഉത്തരവാദിയായ തെഹ്രിക് ഇ താലിബാൻ പാകിസ്ഥാൻ പോലുള്ള ഗ്രൂപ്പുകൾക്ക് അഫ്ഗാൻ അഭയം നൽകുന്നെന്ന പാകിസ്ഥാൻ വാദം. താലിബാൻ ഈ വാദം തള്ളി. ഒക്ടോബർ 19-ന് ഖത്തർ ഇടപെട്ട് വെടിനിർത്തൽ നടപ്പാക്കിയെങ്കിലും ലംഘിച്ചു. ഫെബ്രുവരി 6-ന് ഇസ്ലാമാബാദിലെ പള്ളിയിൽ ചാവേർ സ്ഫോടനത്തിൽ 31 പേരാണ് കൊല്ലപ്പെട്ടത്. 21-ന് അഫ്ഗാനിസ്ഥാനിലെ പാക് വ്യോമാക്രമണത്തിൽ 18 മരണവുമുണ്ടായി. എന്നാൽ ഇപ്പോൾ ഞങ്ങളുടെ ക്ഷമയുടെ പരിധി കടന്നു, ഇനി തുറന്ന യുദ്ധമെന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അറിയിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.